ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള നല്ല കിട്ടിലനായിട്ടുള്ള ഒരു ഡ്രിങ്ക് കൊണ്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഞാൻ കണ്ണൂർ സ്പെഷ്യലല്ലേ കൂടുതൽ കൊണ്ടുവരാറ്. ഇന്ന് ഞാൻ കാസർഗോഡ് സ്പെഷ്യലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാസർഗോഡിൻ്റെ സ്വന്തം ഒരു ഡ്രിങ്കാണ്. ഇതിൻ്റെ അനിയത്തി പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെ ഒരു കിഡിലൻ ഡ്രിങ്ക് കൊടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ്, നല്ല കിഡ്ലൈനായിട്ടുള്ള റെസിപ്പീസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പൂവമ്പഴമാണ്. മൈസൂർ പഴം വെച്ച് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പൂവമ്പഴം ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 2 വലിയ ജ്യൂസ് ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള അളവാണ്. പിന്നെ പഴം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ വെച്ചാണ് ഇത് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ കൈ വെച്ച് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോർക്ക് വെച്ചിട്ട് ചെയ്യാം. ഇതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം നല്ലോണം ഉള്ള പഴമാണെങ്കിൽ പഞ്ചസാര നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ നല്ലപോലെ കൈ വെച്ച് ഉടച്ചെടുക്കുക. ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത്, കാരണം നമുക്കിത് കടിക്കാൻ കിട്ടണം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തു വരുന്നത്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടോ. അത്ര സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്. ഉടച്ച പഴത്തിനകത്തോട്ട് ജസ്റ്റ് പാല് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ ഇത്ര ടേസ്റ്റ്, പക്ഷേ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ്. അതൊരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.